എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നില്ല, ലൈവ് വരാനും സമയം കിട്ടുന്നില്ല. ലൈവ് ഞാൻ പിന്നെ ഒട്ടും സമയമില്ലെങ്കിലും ഇടയ്ക്കങ്ങ് വരികയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ വൈകുന്നേരത്ത് നേരം പെട്ടെന്ന് ഇരുട്ടുന്നത് കാരണം ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ സമയം 6:30 മണിയാവും. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഇന്ന് മോൻ എന്നെ വിളിക്കാൻ വന്നായിരുന്നു. അന്നേരം വരുന്ന വഴിക്ക് കടയിലൊക്കെ സാധനമൊക്കെ വാങ്ങിക്കാൻ കയറി. അപ്പോഴ് പല കടകളിൽ ഓരോന്നൊക്കെ വാങ്ങിക്കാനായിട്ട് ഒക്കെ കയറി. വൈകുന്നേരത്ത് നല്ല മഴയും എല്ലാം പെയ്ത് വീട്ടിൽ എത്തിയപ്പം താമസിച്ചു. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ടില്ല, വ്രതത്തിൻ്റെയൊക്കെ ആയത് കാരണം മീനൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ലായിരുന്നു. അങ്ങനെ ഇന്ന് മീനൊക്കെ വാങ്ങിക്കാൻ കയറി. അപ്പോഴാണ് പണി കിട്ടിയത്. ഇല്ല, ഇപ്പോൾ എല്ലായിടത്തും ഞാൻ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഇല്ല, ചാളയാണ്, കുഞ്ഞൻ ചാള. അത് ആളുകളങ്ങ് നിർബന്ധിച്ച് മാർക്കറ്റിനകത്ത് കയറിയപ്പോൾ അങ്ങ് നിർബന്ധിച്ചത് കാരണം അത് കുറച്ച് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന്. പിന്നെ ഇതെല്ലാം കട്ട് ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും. അതെല്ലാം കഴിഞ്ഞ് കറി വെച്ച് പിന്നെ അവിടുന്ന് പുഴുങ്ങുന്ന സാധനങ്ങളെല്ലാം ഇരിക്കുന്ന കണ്ട് അത് വാങ്ങിച്ച് കൊണ്ടുവന്ന് അത് പുഴുങ്ങി അതും മീൻകറിയൊക്കെ തയ്യാറാക്കി അതൊക്കെ കഴിച്ച് അങ്ങ് രാത്രിയായി. പിന്നെ നമ്മുടെ വീട്ടിലും നമുക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു മൂഡും ഒരു സമയമൊക്കെ നമുക്ക് ശാന്തമായിട്ടിരിക്കുമ്പോഴല്ലേ വീഡിയോസൊക്കെ ഇടാൻ പറ്റും. അക്കാരണങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ദിവസങ്ങളായിപ്പം വീഡിയോസ് ഇട്ടിട്ട്. അതാണ് കാരണം കൂട്ടുകാരെ. ഇന്ന് രാവിലെ ഞാൻ പോകുന്ന സമയത്ത് വഴിയിൽ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ എന്താണെന്ന് ഇങ്ങനെ നോക്കിയപ്പം വഴി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ആ മേൽപ്പാലം കയറി ഒക്കെയാണ് ഇന്ന് പോയത്. അങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് പോയത്. കാര്യം എന്താണെന്ന് തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ശിശുദിന റാലിയൊക്കെ ഉണ്ടായിരുന്നെന്ന്. എൻ്റെ കൂട്ടുകാരി അമ്പലത്തിലൊക്കെ കയറിയിട്ട് അതുവഴി നടന്ന് ആ എയർ ക്യാമ്പിൻ്റെ അവിടുന്ന് അങ്ങോട്ട് ആ പുതുകാവിൻ്റെ ആ ഭാഗത്ത് അങ്ങനെ നടന്ന് പോയപ്പോൾ ആണ് ഈ ഘോഷയാത്ര ഇങ്ങനെ പോകുന്നത് കണ്ടത്. അങ്ങനെ എൻ്റെ കൂട്ടുകാരി ഈ ശിശുദിന റാലിയെല്ലാം നല്ല ഭംഗിയായിട്ട് കണ്ട് ആസ്വദിച്ച് അങ്ങനെ നടന്നാണ് വന്നത്. പക്ഷേ ഞാൻ ഓട്ടോയിൽ വന്നത് കാരണം അവിടെ എല്ലാം തിരിച്ച് റോഡ് ബ്ലോക്ക് ആകാതെ അവിടെ തിരിച്ച് വിട്ടത് കാരണം ഞാൻ ഇതൊന്നും കണ്ടതുമില്ല. അങ്ങനെ ജോലിയും കഴിഞ്ഞ് വൈകിട്ട് ഈ വിഷമത്തിൽ എനിക്കിതൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷം, ആഘോഷങ്ങളൊക്കെ. അങ്ങനെ ഇതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇരുന്നപ്പോഴാണ് വൈകുന്നേരത്ത് ഞാനിങ്ങനെ പതിയെ നടന്ന് വന്നപ്പോൾ നമ്മുടെ കല്യാൺ ജുവലേഴ്സിൻ്റെ ഫ്രണ്ടിൽ ഒരാൾക്കൂട്ടവും ഒരു ചെറിയ സ്റ്റേജൊക്കെ തട്ടിക്കൂട്ടി അവിടുത്തെ സ്റ്റാഫുകളും ലേഡീസ് ആൻഡ് ബോയ്സ് എല്ലാം അവിടെ നല്ല യൂണിഫോമും എല്ലാം ഇട്ട് നിരന്ന് നിൽക്കുന്നു. അവിടെ ഒരുപാട് പേരൻസും അതുപോലെ തന്നെ കൊച്ചു കുട്ടികളും നമ്മുടെ ചാച്ചാ നെഹ്റുവിൻ്റെ തൊപ്പി അതൊക്കെ വെച്ച് വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച കുട്ടികളും പിന്നെ അതുപോലെ തന്നെ ഡാൻസിനൊക്കെ ഒരുങ്ങി നിൽക്കുന്ന കുട്ടികളും എല്ലാം ആയിട്ട് കണ്ണിന് ഇമ്പമാർന്ന ഒരു കാഴ്ച. അങ്ങനെ ഞാൻ ഒരു സെക്കൻഡ് അന്നേരമാണ് മോൻ എന്നെ വിളിക്കുന്നത്, അമ്മ വിളിക്കാൻ വരണമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ് മോനെ ഇവിടെ ഇത് നടക്കുന്നുണ്ട്, ഞാൻ പതിയെ ഇവിടെ 5 മിനിറ്റ് നിൽക്കുമ്പോഴത്തേന് മോനിങ്ങി വിളിക്കാൻ വന്നാൽ മതിയെന്ന് പറഞ്ഞ്. അങ്ങനെ എന്തായാലും ശിശുദിനത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടു. അവിടെ ഉദ്ഘാടനത്തിന് ഒരു പോലീസ് ഓഫീസറും പിന്നെ വേറെ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള പിന്നെ ഈ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെയാണ് വന്നത് കൂട്ടുകാരെ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. വീഡിയോ ഒന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല, എങ്കിലും ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല, അത് ഞാൻ ഇട്ടിരിക്കുകയാണ്. ഇഷ്ടമുള്ളവർ കാണട്ടെ. അങ്ങനെ അതിൻ്റെ മുമ്പിലിരുന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നപ്പം മോൻ വന്നു. പക്ഷേ ഞാൻ അവിടെ മൊത്തവും കാണാനൊന്നും ഇരുന്നില്ല. അവിടെ പ്രച്ഛന്ന വേഷ മത്സരമുണ്ട്, പിന്നെ ഈ ഡാൻസ് കോമ്പറ്റീഷനുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പരിപാടികൾ ഇങ്ങനെ നടത്തി. അതിൻ്റെ ശിശുദിന പരിപാടി അങ്ങനെ നടക്കുന്നു. എന്തായാലും അതൊക്കെ കണ്ട് അവിടെ ജ്യൂസൊക്കെ കൊണ്ടു കിടന്ന് വിതരണം ചെയ്യുന്നു. ഞാൻ ജ്യൂസും ഒന്നും കുടിച്ചില്ല, ഞാൻ പുറത്ത് നിന്നെയായിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു സെക്കൻഡ് ഞാൻ അതിനകത്തൊന്ന് കയറി, അപ്പോഴേ ഇനി ഇറങ്ങി. പുറത്ത് ആ റോഡിലായിരുന്നു അതിൻ്റെ സെറ്റിങ്സൊക്കെ, അതുകൊണ്ട് അത് കാണാൻ പറ്റി. എന്നിട്ട് ഞാൻ മോനെയും കൊണ്ട് ഇനി ഇവിടെ വന്ന് ഇത്രയും പണികളെല്ലാം കഴിഞ്ഞ്
എനിക്ക് ഉറങ്ങാനുള്ള മനസ്സ് വരുന്നില്ല വീഡിയോ ഇടാത്തത് കാരണം. എൻ്റെ ആ ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രമാണ്. അപ്പം ഇവിടെ എല്ലാവരും ചോദിക്കുന്നു, നിനക്ക് വേറെ പണിയൊന്നുമില്ല രാത്രി പോയി കിടന്നുറങ്ങാൻ. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് വീഡിയോ ഇടുകയാണ് കൂട്ടുകാരെ. നമ്മുടെ ഇൻട്രസ്റ്റാണ് ഇതെല്ലാം, അല്ലാതെ ഒന്നുമല്ല. ഓരോന്നിലും അങ്ങനെ നമുക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഓരോ ഇൻട്രസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിലൊരു സന്തോഷമൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ജോലി, വീട്ടിലെ ജോലി ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് ബോറടിക്കും. നമ്മുടെ ഈ ബോറടിയൊക്കെ മാറുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചില ടൈം പാസ്സൊക്കെ ചെയ്യുമ്പോഴാണ്. വീഡിയോസൊക്കെ ചില ആളുകളെല്ലാം കാണും, അവർ ലൈക്ക് അടിക്കും. ഒരുപാട് കൂട്ടുകാരുണ്ടായാലും ഇല്ലാഞ്ഞാലും നമ്മുടെ വീഡിയോസ് കാണുന്നത് കുറച്ച് ആളുകളേ ഉള്ളൂ. അത് കാണുന്ന കൂട്ടുകാർ കാണട്ടെ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്, ലൈക്ക്, ഷെയർ ഇതൊക്കെ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനമാണ് ഓരോ ചാനലും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനും കുറേ